നമ്മുടെ രാമായണ മാസത്തിൻ്റെ അഥവാ കർക്കിടക മാസം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രാമായണ പാരായണത്തിൽ ആദ്യം തന്നെ എല്ലാവരും വാൽമീകിയെ ഓർമ്മിക്കണമെന്നാണ് പറയുക. അത് ശ്രീ MS ചന്ദ്രശേഖര വാര്യർ തൻ്റെ ആമുഖത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ആമുഖം തന്നെ ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. വാൽമീകി എന്ന് പറയുന്ന മഹർഷിയുടെ ആ കഥയെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. ആ കൈകളാൽ വിരചിതമായ ഏറ്റവും പ്രാക്തനമായ ഒരു സാഹിത്യ സൃഷ്ടിയും ഒരു നമ്മുടെ എല്ലാം ഭാരതത്തിലെ തന്നെ ആദ്യ കാവ്യമായി അറിയപ്പെടുന്ന രാമായണം വാൽമീകി രാമായണമാണ്. പിന്നീട് നാനാ കൈവഴികളിലൂടെ ഒഴുകി പരന്ന് അതൊരു മഹാസാഗരം പോലെ ഇന്ന് ഭാരതത്തിൻ്റെ ജനകോടികളുടെ ഹൃദയ സാഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പണ്ഡിത പാമര ഭേദമില്ലാതെ സവർണാഭരണ ഭേദമില്ലാതെ എല്ലാ വീടുകളിലും ചൊല്ലാവുന്ന, ആ വീടുകളെ ഏറ്റവും ഭക്തി സാന്ദ്രമാക്കാൻ കഴിയുന്ന, അതിൻ്റെ എല്ലാ ഭവ്യതയോടെയും ചൊല്ലാൻ കഴിയുന്ന ഒരു കൃതിയായി അധ്യാത്മരാമായണം, മലയാളത്തിൻ്റെ സ്വന്തം അധ്യാത്മരാമായണം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എഴുത്തച്ഛൻ്റെ കാലവും എഴുത്തച്ഛൻ്റെ വരികളും എഴുത്തച്ഛൻ്റെ ജീവിതവുമെല്ലാം ഇപ്പോഴും പൂർണ്ണമായ തോതിൽ വെളിവാക്കപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം വിരചിച്ച ഈ ഭക്തിരാമായണം, അധ്യാത്മരാമായണം കിളിമകളെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ ആരും ഉപയോഗിക്കാത്ത ഒരു മനോഹരമായ ശീലുപയോഗിച്ചും ശൈലി ഉപയോഗിച്ചും ഒരുപക്ഷെ കൈരളിക്ക് നൽകിയ ഏറ്റവും ആദ്യത്തെ ഒരു വലിയ വരദാനമായിട്ടാണ് ഞാൻ ഈ മഹാഗ്രന്ഥത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ ഏറ്റവും വിശിഷ്ടമായ ആ ജീവിതത്തെ ശ്രീരാമ ഭുജംഗ പ്രയാത സ്തോത്രം എന്ന പേരിൽ ശ്രീ ശങ്കരൻ തന്നെ ഒരു മനോഹരമായ വരികൾ രചിച്ചിട്ടുണ്ട്. ഏതാണ്ട് 27ഓളം ശ്ലോകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അതിലെ മംഗള ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ വിശുദ്ധം വരം സച്ചിദാനന്ദരൂപം ഗുണാധാരം ആധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തർ ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ എന്ന് തുടങ്ങി 27 ശ്ലോകങ്ങൾ അദ്ദേഹം രാമനെ പ്രകീർത്തിച്ചും രാമജീവിതത്തെ പ്രകീർത്തിച്ചും ആ കാലത്തെയെല്ലാം വളരെ വളരെ ഒരുപക്ഷെ നമ്മളാരും എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ചൊല്ലാവുന്ന ശ്ലോകമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം കൂടി നമുക്ക് അധ്യാത്മരാമായണത്തിൻ്റെ ഈ ഭാഗത്ത് കാണാൻ കഴിയും. ശ്രീരാമധ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരികൾ ഞാനൊന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണിത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രീരാമധ്യാനം. ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധി നേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖ കമലമിളൽ ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദദ മുരുജിട മണ്ഡലം രാമചന്ദ്രം. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് പഴയ കാലങ്ങളിൽ രൂപപ്പെടുത്തിയത് എന്ന് രാമായണ വായനയിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർക്കിടകത്തിൽ ശരീരശുദ്ധി വരുത്താൻ നമ്മൾ ആയുർവേദ ചികിത്സാവിധികളൊക്കെ നടത്തുന്നത് പോലെ തന്നെ ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധി, നമ്മുടെ അന്തര്യാമിയെ സുഖപ്പെടുത്താൻ, ശാന്തമാക്കാനും ബുദ്ധിപരമായി ഉണർത്താനും അതുപോലെ ഭക്തിമാർഗത്തിലേക്കും മുക്തിമാർഗത്തിലേക്കുമെല്ലാം മനുഷ്യനെ കൊണ്ടുപോകാനും മനുഷ്യൻ്റെ ഈ ആർത്തിയും മനുഷ്യൻ്റെ ഈ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള അഹങ്കാരവും അഹന്തയും അതെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ആദി കവി വാൽമീകി അല്ലെങ്കിൽ ആദ്യ രാമായണ സൃഷ്ടാവ് പോലും
വിചാരിക്കാത്ത തരത്തിലേക്ക് വർത്തമാനകാലത്തും നമ്മുടെ ഈ രാമായണം അതിൻ്റെ വലിയ സന്ദേശങ്ങൾ ഇന്നും പ്രബുദ്ധമാണ്. അതിന്ന് കാലിക പ്രസക്തിയുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്കറിയാം, ഈ രാമായണത്തിൽ ശ്രീരാമൻ ജീവിതത്തിലെല്ലാ വേഷങ്ങളും എടുത്തണിഞ്ഞ് ജീവിച്ച ഒരാളാണ്. ദശരഥ പുത്രനായി, രാജാവിൻ്റെ പുത്രനായിട്ടാണ് ശ്രീരാമൻ ജനിക്കുന്നത് എന്നുള്ളത് തന്നെ പുതിയ രാജഭരണം നടത്തുന്ന ആളുകൾക്കെല്ലാം ഒരു ഉദാഹരണമായി തീരേണ്ടതാണ്. വേണമെങ്കിൽ ഏതോ പാമരൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പണ്ഡിതൻ്റെയോ മകനായി ജനിപ്പിച്ച് ആ കഥ അങ്ങനെ പോകാമായിരുന്നു, ആ ജീവിതം അങ്ങനെ ആക്കാമായിരുന്നു. എന്നാൽ രാജപുത്രനായി ജനിച്ച് രാജ്യാഭിഷേകത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അതെല്ലാം ഉപേക്ഷിച്ച് 14 സംവത്സരം കാട്ടിലൂടെ യാത്ര ചെയ്യാനും പിന്നീട് ജനങ്ങൾക്ക് വിരുദ്ധതയുള്ള അല്ലെ ജനവിരുദ്ധനായ ഒരു ഭരണാധിപനെയും വിഷയലംബടനായ ഒരു കാമഭ്രാന്തനായ ഭരണാധികാരിയുമെല്ലാം ഉന്മൂലനം ചെയ്ത് വീണ്ടും രാജ്യഭരണത്തിലേക്ക് വരുന്ന ആ ചിത്രം ഒരുപക്ഷെ അത് യശോധാവള്യം നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീരാമൻ്റെ ജീവിതം അങ്ങനെ യശസ്തംഭമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിവിടെ ദശരഥ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ദശരഥൻ നല്ല വിക്രമനാണ്, യുദ്ധത്തിന് കൊതിയുള്ള ആളാണ്, അങ്ങനെ എല്ലാറ്റിലും അദ്ദേഹം പ്രാവീണ്യമുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിമാരിൽ അദ്ദേഹത്തിന് ചില ആളുകൾക്ക് നിറയെ ഭാര്യയുടെ പേരിലാണെങ്കിലും അതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാമവികാരം തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നൽകിയ ഒരു വരത്തിൽ നിന്നാണ് ശ്രീരാമന് പിന്നീട് പട്ടാഭിഷേകം മുടങ്ങുന്നതും കാട്ടിലേക്ക് പോകേണ്ടി വന്നതും. അതെല്ലാം ഒരു നിയതിയുടെ ഭാഗമാണെങ്കിൽ പോലും അത് രാജാവ് രാജപത്നിക്ക് നൽകിയ വരങ്ങളുടെ പേരിൽ. അപ്പോൾ ആരും, ഒരു രാജാവും ആർക്കും, അത് ഭാര്യക്കാവട്ടെ കുട്ടികൾക്കാവട്ടെ അത് സമൂഹത്തിനാവട്ടെ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ പ്രലോഭിപ്പിക്കാനും അവരെ ഉത്തേജിപ്പിക്കാനും പാടില്ല. അവരെ ഈ ക്രൗര്യത്തിലേക്കും അഹന്തയിലേക്കും അല്ലെങ്കിൽ കുറെ കൂടി തനിക്ക് വേണം എന്ന് പറയുന്ന ഇടത്തേക്ക് അയക്കാൻ പാടില്ല എന്ന ഒരു വലിയ സൂചകമാണ് ഈ രാമായണ ഗ്രന്ഥത്തിൻ്റെ ആരംഭം തന്നെ നമ്മളോടെല്ലാം പറയുന്നത്. അന്ന് പഴയ കാലങ്ങളിൽ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ വലിയ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ പറയുന്നു, അവിടെ പിന്നെ രാമനെ അല്ലെങ്കിൽ 4 പേരെ പ്രസവിക്കുന്നതിന് വേണ്ടിയുള്ള യാഗം തന്നെ നമ്മൾക്ക് ഉപയോഗിച്ചെടുക്കാൻ കഴിയും. അത് വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം അത് നിർമ്മിച്ചെടുത്ത് പർണശാലയിൽ വെച്ച് അതിൻ്റെ യാഗം നടത്തിയ കഥ ഉൾപ്പെടെ വരുന്നത് പിന്നെ രാമായണത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യമാണ്. സഹോദര സ്നേഹത്തെ, ഒരു അമ്മയുടെ വ്യത്യസ്തമായ അമ്മമാരുടെ ഗർഭങ്ങളിൽ നിന്ന് ഉണ്ടായ കുട്ടികളാണെങ്കിലും അവരെല്ലാം എത്രമാത്രം പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചുമാണ് ജീവിച്ചത് എന്നുകൂടി ഈ കഥ നമ്മളോട് പറയുന്നു. ഭരതൻ എന്ന് പറയുന്ന ഒരു രാജാവ്, സത്യം പറഞ്ഞാൽ ഇന്നത്തെ രാജ്യഭരണം നടത്തുന്ന ആളുകൾക്കെല്ലാം, അത് ലോകത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും പാഠമാകേണ്ടതാണ്. സ്വന്തം സഹോദരൻ, സ്വന്തം അമ്മയുടെ വയറ്റിൽ പിറന്നിട്ടില്ലെങ്കിലും സ്വന്തം സഹോദരൻ, അച്ഛനിലൂടെ പിറന്ന സഹോദരൻ എന്ന നിലയിൽ രാമൻ്റെ പാദുകം രാജസിംഹാസനത്തിൽ വെച്ച് ആ രാജസിംഹാസനത്തിൽ ഇരിക്കാതെ രാമഭരണം പോലെ തന്നെ ഭരിച്ച ഒരു കാലം നമുക്ക് അതിനെന്താണ് വിളിക്കുക എന്നെനിക്കറിയില്ല. അത് അനവധ്യ സുന്ദരമായ ഒരു വലിയ സങ്കല്പമാണ് ഈ ലോകത്തിൽ പ്രദാനം ചെയ്തിട്ടുള്ളത്. എല്ലാ ഭരണാധികാരികളും, അത് അമേരിക്കൻ ഭരണാധികാരിയായാലും റഷ്യയുടെ ഭരണാധികാരിയായാലും ഉക്രൈൻ്റെ ഭരണാധികാരിയായാലും അതുപോടൊപ്പം തന്നെ പലസ്തീനിലും ഹമാസിലൊക്കെ അവരുടെ എല്ലാം ഭരണാധികാരികൾ പഠിക്കേണ്ടതാണ് ഈ രാമായണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ. ലോകത്തിൽ പല ഭാഗങ്ങളിൽ യുദ്ധവും അസമാധാനവും അതുപോലെ തന്നെ കൊടിയ പലായനവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പറയാനുള്ളത്. എന്തിനോ വേണ്ടിയുള്ള യാത്ര എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരു വലിയ കാര്യമാണ് രാമായണം നമ്മളുടെ മുന്നിലോട്ട് വയ്ക്കുന്നത് എന്ന്. മഹാനായ ഗാന്ധിജിയെ ത്രസിപ്പിച്ച ഒരു
നാമം കൂടിയാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അവസാനം അദ്ദേഹം വെടിയേറ്റ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നത് ഹേ റാം 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 ആണ്. അങ്ങനെ 3 തവണ അദ്ദേഹം റാം ശബ്ദം ഉച്ചരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. നമ്മളാരും കേട്ടില്ലെങ്കിലും അങ്ങനെ സംഭവിച്ചു എങ്കിൽ എനിക്ക് പറയാൻ കഴിയും, ഒരുപക്ഷെ രാമനെ ഇത്ര അഗാധമായി രാമരാജ്യ സങ്കല്പത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച രാമരാജ്യം എന്ന പേര് തന്നെ അദ്ദേഹം നൽകി എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടുള്ളത്. നമ്മുടെ ജനാധിപത്യമെന്നോ മതേതരത്വമെന്നോ സോഷ്യലിസമെന്നോ പറയുന്നതിൻ്റെ എല്ലാം ആകത്തുകയാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം. അത് അദ്ദേഹം 1900 ആരംഭത്തിൽ തന്നെ, ആ ദശകത്തിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചു, എങ്ങനെയാണ് എൻ്റെ രാജ്യഭരണം, എന്താണ് ഒരു പ്രജകൾക്ക് രാജാവ് നൽകേണ്ടത് എന്ന് അതിബൃഹത്തായ തൻ്റെ ദർശനം മുന്നോട്ട് വെച്ചു. അത് രാമരാജ്യമായും പിന്നീട് പുതിയ ഭരണാധികാരികൾ ഇന്ത്യയിൽ അതിന് പഞ്ചായത്ത് രാജെന്നോ അല്ലെങ്കിൽ നഗരപാലിക എന്നൊക്കെ പേര് കൊടുത്തെങ്കിലും ആത്യന്തികമായി മഹാത്മാഗാന്ധിയിൽ നിന്നാണ് ഈ രാമരാജ്യ സങ്കല്പത്തിൻ്റെ ഭ്രൂണം നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ രാമനെ രാജാധികാരികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും എല്ലാം ഉൾക്കൊള്ളേണ്ടതാണ് എന്ന ഒരു വലിയ ചിന്തയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന പുരുഷനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇത് വിഷയാനുക്രമം നമുക്ക് ഓരോ കാണ്ഡവും ബാധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, അങ്ങനെ ഇതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോരോ കാണ്ഡവും നമ്മുടെ ഈ പറയുന്ന ഓരോ രാമൻ്റെ ജീവിതത്തെ വേർതിരിച്ച് കാണിച്ചുകൊണ്ടാണ് അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ യുദ്ധകാന്ഡം എന്ന് പറയുന്നത് ഒരു വലിയ കാണ്ഡം തന്നെയാണ്. രാവണനെ കൊന്ന് സീതയെ ഏറ്റെടുത്ത് പിന്നീട് അദ്ദേഹം നടത്തുന്ന ആ ഒരു വലിയ യാത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാമൻ്റെ ചരിതം, രാമചരിതം, അങ്ങനെ അത് എത്രയോ ഗ്രന്ഥങ്ങളിലൂടെ അത് കടന്നു പോയിട്ടുണ്ട്. തുളസീദാസ രാമായണം, കമ്പരാമായണം, കമ്പർ എന്ന് പറയുന്നത് അത് തമിഴിലുള്ള രാമായണമാണ്. കമ്പർ എഴുതിയ മനോഹരമായ രാമായണമാണ്. എഴുത്തച്ഛൻ്റെ രാമായണമാണ് അധ്യാത്മരാമായണം. നമ്മൾ മലയാളികൾ പൊതുവെ രാമായണവും ഭാരതവും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എഴുത്തച്ഛൻ്റെ തന്നെയാണ്. ഒരുപക്ഷെ ആ പേര് നമുക്കെല്ലാം അറിയാം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, നമ്മുടെ തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ ജനിച്ച അദ്ദേഹമാണ് ഈ മനോഹരമായ 2 കാവ്യ തല്ലജങ്ങൾ കൈരളിക്ക് നൽകിയിട്ടുള്ളത്. പിന്നീട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ കൂടി ഉപജ്ഞാതാവാണ്. കിളിമകളെ കൊണ്ട് നമ്മൾ പണ്ട് കേട്ടത് കാളിദാസൻ മേഘസന്ദേശം, മേഘത്തിലൂടെയാണ് തൻ്റെ പ്രീതമക്ക് അദ്ദേഹം തൻ്റെ മനോരഥങ്ങളുടെ ആവിഷ്കാരം നടത്തിയതെങ്കിൽ പ്രിയതമയോട് വേർപെട്ട് ജീവിക്കുന്ന ഒരു കഥ മേഘവർണ്ണനയിലൂടെ മേഘ സന്ദേശമാക്കി കാളിദാസൻ മാറ്റിയെങ്കിൽ മലയാളത്തിൽ എഴുത്തച്ഛൻ കിളിമകളെ കൊണ്ട് അതുകൊണ്ട് എന്നിട്ട് തീരുന്നില്ല. എഴുത്തച്ഛൻ്റെ ആദ്യം തന്നെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, ദൈവത്തോടുള്ള പ്രാർത്ഥന, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരത പദാവലി തോന്നേണം കാലേ കാലേ എന്ന്. കടലിൽ എന്ന് പറയുന്നത് തിരകൾ ഉള്ളത് തന്നെയാണ് കടൽ. പക്ഷെ ആ വിശാലമായ കടലിൽ തിരമാലകൾ എങ്ങനെയാണോ അനുനിമിഷം നേരം നമ്മുടെ ഈ തിരകൾ കരയിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ പദാവലികൾ എന്നിൽ തോന്നേണം എന്ന് പറഞ്ഞുകൊണ്ട് ഊഹിക്കാൻ കഴിയാത്ത വിധത്തിലാണ് എഴുത്തച്ഛൻ ഈ രാമായണവും മഹാഭാരതവും എഴുതിയിട്ടുള്ളത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. കേവലം ഭക്തിയല്ല രാമായണം, കേവലം മുക്തിക്ക് വേണ്ടിയുള്ളതല്ല രാമായണം. അനുപദം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആശയം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കൃതിയാണ് രാമായണം എന്നുള്ളത് കൂടിയാണ് നമ്മളെല്ലാം ഇത് ബോധ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, രാമൻ്റെ അയനമാണ് രാമായണം എന്ന് പറയാം. രാമൻ സഞ്ചരിച്ച വഴികൾ, ആ രാമൻ നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ തിരുനെല്ലി എന്ന് പറയുന്നിടത്ത് തൻ്റെ പിതാവിന് അദ്ദേഹം ഈ പറയുന്ന ഇതുപോലെയല്ല, ഘോര വനമാണ്. ആ വനാന്തരത്തിനിടയിൽ തിരുനെല്ലിയിൽ അദ്ദേഹം എത്തി തൻ്റെ പിതാവിന് പിതൃകർമ്മം ചെയ്തു ഈ കർക്കിടക മാസത്തിൽ എന്നുള്ളത് വലിയ എന്താ പറയേണ്ടത് ഒരു സംഭവം തന്നെയാണ്. നമ്മൾ മരിച്ചുപോയ
പിതാക്കൾക്ക് മാത്രമല്ല, നമ്മുടെ പിതാമഹന്മാർക്ക്, നമ്മുടെ തലമുറകളുടെ അതിൻ്റെ അങ്ങ് എവിടെയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന കേവലനായ ഒരാളല്ല ഞാൻ. എൻ്റെ പിന്നിൽ അലയടിച്ചുയരുന്ന ഒരു വലിയ തലമുറയുണ്ട്. ആ തലമുറയിൽ നിന്ന് നമ്മൾ എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതും, ആ തലമുറക്ക് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ പ്രണയമായ മനസ്സോടെ അവർക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നും, അവരിലൂടെ ഭുജാതനായ ആളുകളാണ് നമ്മളെന്നും എല്ലാമുള്ള ഒരു വലിയ ലോക തത്വം, ലോക സത്യം പുതിയ തലമുറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ രാമായണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അച്ഛന് വേണ്ടി ബലികർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ പൂർവികന്മാർക്ക് ബലികർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ ബലികർമാദികൾ നമ്മുടെ പൂർവ്വകാല സൂര്യകൾക്കുള്ള ദിവ്യമായ നമസ്കാരമാണ്, നമ്മുടെ സൃഷ്ടി പരമ്പരയിലെ ഓർമ്മകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് സൂര്യചന്ദ്രന്മാരെ പോലെ എവിടെ നിന്നോ ആരംഭിച്ച് നമ്മളിൽ എത്തി നിൽക്കുന്ന ഒരു തുള്ളി, ഒരു ബിന്ദു മാത്രമായി നമ്മൾ പരിണമിക്കുന്നു എന്ന നിസ്സാരനായ മനുഷ്യജീവിതത്തെക്കുറിച്ച് നിസ്സാരമായി എല്ലാ അഹങ്കാരത്തിൻ്റെയും മൂർത്തിയായ രാവണനെ, രാമൻ എന്ന് പറയുന്ന കേവലനായ മനുഷ്യൻ, കോട്ടകൾക്കുള്ളിൽ തളം കെട്ടി നിന്ന് ജീവിച്ച എല്ലാ ഉന്മാദത്തിൻ്റെയും പ്രതീകമായ മനുഷ്യൻ, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലെ ക്രൗര്യത്തിൻ്റെയും പ്രതീകമായ രാവണൻ, ആ രാവണനെ കാളിയമർദ്ദനം പോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ദുഷിച്ച വികാരങ്ങളെ, ദുഷിച്ച ജീവിത വൃത്തികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കാളിയമർദ്ദനമായാലും രാവണവധമായാലും എല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഈ വേണ്ടാധീനങ്ങൾക്കെതിരെയുള്ള ഒരു പടയൊരുക്കമായിട്ടാണ് മനുഷ്യൻ തന്നെ അവൻ്റെ ഉള്ളിലുള്ള തിന്മകളെ അകറ്റിയെടുക്കാൻ വേണ്ടിയുള്ള വളരെ ജിജ്ഞാസാഭരിതമായ ഒരു കാവ്യമായി നമ്മുടെ രാമായണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് രാമനെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പരിവേഷം നൽകിയോ, ഏതെങ്കിലും ഒരു ജാതിയുടെ വരച്ച് പിന്നെ അവിടെ ഈ പറയുന്ന ലക്ഷ്മണരേഖ വരച്ച് നിർത്തേണ്ടതല്ല. സർവവ്യാപിയായി ലോകങ്ങളോടും എല്ലാ മനുഷ്യരിലേക്കും സംക്രമിപ്പിക്കേണ്ട ഒരു വലിയ സന്ദേശമാണ് ഈ കൃതികളെല്ലാം. ആദികാവ്യം പ്രത്യേകിച്ചും സംസ്കൃതത്തിൽ വിരചിതമായ ആ കാവ്യങ്ങളെല്ലാം, സംസ്കൃതം നമ്മുടെ പേര് പോലെ തന്നെ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാനുള്ളതാണ് എല്ലാ ഭാഷകളും. രാമായണം ആദ്യകാലങ്ങളിൽ ചൈനയിലും ഇന്തോനേഷ്യയിലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ എല്ലാം, ശ്രീലങ്കയിൽ ആദിവാസി ഊരുകളിൽ നമ്മൾ കരുതുന്ന അവരെല്ലാമാണ് അക്ഷരവിജ്ഞാനമില്ലാത്തവരാണെന്ന് പറയുന്ന ആദിവാസി ഊരുകളിൽ ഇപ്പോഴല്ല, എത്രയോ കാലങ്ങൾ മുമ്പേ ഊരുകളിൽ രാമനും സീതയും വന്നെത്തി നിൽക്കുന്നു എന്നുള്ളത് അന്ന് മുതലേ ഇതിന് സിദ്ധിച്ച ഒരു വലിയ പ്രചാരം അത് എത്ര വലുതാണ് എന്നുള്ളതാണ്. പക്ഷേ വർത്തമാന കാലത്ത് ഇതിനെല്ലാം ലോപം സംഭവിക്കുന്നു. നമ്മൾ രാമൻ്റെ പേരിലുള്ള എന്താണ് പറയേണ്ടത്, വലിയ തോതിലുള്ള ജീവിതം മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ, രാമനെ തിരിച്ചു പിടിക്കാനല്ല, രാമൻ്റെ സന്ദേശങ്ങൾ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ ഊഷരമാക്കാൻ, നമുക്ക് അതിനെ കൂടുതൽ തെളിമയുള്ളതാക്കാൻ കർക്കിടക മാസത്തിലെ ഈ മഴ പെയ്ത് മണ്ണ് കുളിർക്കുന്നത് പോലെ നമ്മളെ മനസ്സ് കുളിർക്കട്ടെ എന്നുള്ളതാണ് ഈ ഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഏതോ ഒരു കാലത്ത് കർക്കിടക പഞ്ഞമാസത്തിൽ, ദാരിദ്ര്യമാസത്തിൽ, വല്ലായ്മയുടെ മാസത്തിൽ ആരോ തുടങ്ങി വെച്ചതാവാം ഈ രാമായണ പ്രകീർത്തനം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാമൻ്റെ ജന്മമാസം എന്ന് പറയുന്നത് കർക്കിടകമല്ല എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷം എന്ന് പറയുന്നത് ഈ വർഷം 2024 ഏപ്രിൽ 17 എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ രാമനവമി വടക്കേ ഇന്ത്യയിലൊക്കെയാണ് കൂടുതലായി കൊണ്ടാടാറുള്ളത്. പക്ഷേ നമ്മുടെ ക്ഷേത്രങ്ങളിലും നമ്മുടെ വിശ്വാസാചാരങ്ങളുള്ള ഗൃഹാന്തരീക്ഷത്തിലുമെല്ലാം രാമൻ്റെ ജനന ദിവസവും ആളുകൾ കൊണ്ടാടണമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം മനുഷ്യന്മാരുടെ പുണ്യരൂപങ്ങളുടെ ഓർമ്മകൾ നമ്മൾ അയവിറക്കുന്നില്ലെങ്കിൽ നമ്മളെത്ര ഭാഗ്യഹീനരാകും എന്നുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് രാമനവമി എന്നുള്ളത് ഈ കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തോടൊപ്പം തന്നെ ആ രാമൻ്റെ ജനന ദിവസം, നവമി ദിവസം നമ്മൾ കൂടുതൽ കുട്ടികളിലേക്കും രാമ സന്ദേശം എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാമായണം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാനാ കൈവഴികളിലൂടെ ജനഹൃദയങ്ങളിൽ ഒഴുകി പരന്നിട്ടുണ്ട്. കേരളത്തിലാവട്ടെ അതിൽ മാപ്പിള രാമായണം എന്ന് വിളിക്കപ്പെടുന്ന രാമായണം രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മാപ്പിള ഭാഷയിൽ അല്ലെങ്കിൽ മുസ്ലിം ഭാഷയിലാണ് ആ രാമായണം രചിക്കപ്പെട്ടിട്ടുള്ളത്. അത് വടകര ഭാഗത്താണ് ഏറ്റവും പ്രചാരമുള്ള ഈ ഗാനം ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ TH കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന് പറയുന്ന ആളാണ് ഈ മാപ്പിള രാമായണത്തെ കൂടുതൽ ജനകീയമാക്കിയത് എന്നുള്ളതാണ്. ഞാനതിലെ കുറച്ച് ഈരടി ഒന്ന് ചൊല്ലിത്തരാം. രാമ എന്നുള്ളത് വരെ ലാമ എന്നാണ്. ലാമ 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 പണ്ടുതാടിക്കാരനൗലി പാടി വന്നൊരു പാട്ട് കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥ പാട്ട് കർക്കിടകം കാത്തു കാത്തു കുത്തിരിക്കും പാട്ട് കാതു രണ്ടിലും കൈവിരലിൽ ടോരിക്കൂട്ടും പാട്ട് 3 പെണ്ണിനെ ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട് അമ്മികുമ്മായം അറിഞ്ഞു മക്കളില്ല പാട്ട് പായസം കൂടിച്ചു 3 4 പെറ്റ പാട്ട് 4ലും മൂത്തുള്ള ലാമൻ്റെലു കൂട്ടും പാട്ട് നഞ്ഞു നക്കിയ പടച്ചോൻ്റെ ബില്ലൊടിച്ച പാട്ട് കുഞ്ഞുകുട്ടി തങ്കമോളെ ഒക്കെ പിടിച്ച പാട്ട് കാലിളകി താടിലാമൻ വൈതടഞ്ഞ പാട്ട് കാല് മാറ്റിയിട്ടന്നുലാമൻ നാട്ടിലെത്തിയ പാട്ട് കാലുമാറ്റിയിട്ടന്നുലാമൻ നാട്ടിലെത്തിയ പാട്ട് നാടുവാഴാൻ ബാപ്പലാമനെ അന്നൊരുക്കിയ പാട്ട് കൂനി നുണ കെട്ടൊന്നോളമ്മ വാശി കാട്ടിയ പാട്ട് ലാമനെ 14 കൊല്ലം കാട്ടിലാക്കിയ പാട്ട് കൂടെ അനൂശൻ കൂട്ടിനോളും കൂടിപ്പോയ പാട്ട് കൂടെ അനൂശൻ കൂട്ടിനോളും കൂടിപ്പോയ പാട്ട് മക്കളെ കാണാഞ്ഞു ബാപ്പ വീണുരുണ്ട പാട്ട് വിക്കി ലാശലാശൻ മൗത്തിലായ പാട്ട് ഉമ്മ നാട്ടിനു പോയ വരദൻ ഓടി വന്ന പാട്ട് ലാമനെ കൂട്ടി വരുവാൻ പോയി വന്ന പാട്ട്. ജീവിതം തന്നെ ഫോക്ലോർ എന്ന പുസ്തകത്തിൽ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് പ്രായഭേദമോ അല്ലെങ്കിൽ മറ്റൊരു ഭേദങ്ങളോ ഇല്ലാതെ എല്ലാവരും ചൊല്ലാവുന്നതും പഠിക്കാവുന്നതുമായ ഒരു പുസ്തകമാണ് രാമായണം എന്നുള്ളതാണ്. എനിക്ക് കുട്ടികളോടും അല്ലെങ്കിൽ പുതിയ തലമുറയോടും പറയാനുള്ളത്, ഇതെല്ലാം വേണ്ട എന്ന് കരുതി ജീവിച്ചാൽ ജീവിതം മുന്നോട്ട് പോകുമെന്ന കാര്യം തർക്കമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ലാവണ്യം, ജീവിതത്തിൻ്റെ മധുരം അതെല്ലാം നുണയണമെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നത് മാത്രമാണ് ജീവിതം എന്ന് കരുതുന്നതിന് പകരം ഈ മനോഹരമായ ഈരടികളിലൂടെയും ജീവിതത്തിലൂടെയും രാമൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയെല്ലാം കടന്നുപോയാൽ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിന് കുട്ടികളെ രൂപപ്പെടുത്തേണ്ടത് വീടുകളിൽ നിന്ന് മാത്രമല്ല, വിദ്യാലയങ്ങളിൽ നിന്ന് കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അധ്യാപകർ, എല്ലാ മതവിഭാഗങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളായാലും എല്ലാവർക്കും എല്ലാ മതങ്ങളുടെയും ഇത്തരം സാരാംശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാ മതങ്ങളും ഒരേ സാരമാണ് മുന്നോട്ട് വെക്കുന്നത്, ഉദ്ഘോഷിക്കുന്നത് എന്നുകൂടി കുട്ടികളെ പഠിപ്പിക്കാൻ ഇതുവഴി കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഹൈന്ദവ കുടുംബങ്ങളിലെ കുട്ടികൾ മാത്രം ഇത് വായിച്ച് പഠിക്കണം എന്ന് കരുതുന്നതും, അതുപോലെ ഖുർആനായാലും ബൈബിളായാലും എല്ലാ പുസ്തകങ്ങളും അതിലെ നന്മ, അതിലെ സന്ദേശങ്ങൾ, മഹത്തായ സന്ദേശങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടാൽ നമ്മുടെ ഈ ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ, സങ്കീർണമായ പ്രശ്നങ്ങളില്ലാതെ ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് കൂടി ഈ കാലം നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് രാമായണ സാക്ഷ്യത്തെ പറ്റി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. അയോധ്യാകാണ്ഡത്തിലെ നാരദ രാഘവ സംവാദമാണ്
എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവനങ്കജനാശന വന്ദിതൻ കേശവൻ അംഗജലീല പൂണ്ടന്ത പുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽഫലദള ശ്യാമള വിഗ്രഹൻ നീലോൽഫലദള ലോലവിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടു പത്നിയാൽ ബീജിതനായതി കോമളൻ ബാലനിശാകര ഫാലദേശേലസൻ മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭ കന്ധരൻ പ്രാലേയ ഭാനു സമാനനായ സമം ലീലയാ താംബൂല ചർവണാദ്യൈരനു വേലം വിനോദിച്ചിരുന്നരുളുന്ന നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധ ശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനൻ പാദ്യാസനാചമനീയാർഘ്യ പൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടു മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടുകാൺമാനവകാശവും വന്നിതു പുണ്ടരീകോദ്ഭവ പുത്രാ മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്തും പുനരെന്നോടരുൾ ചെയ്ത വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാപതല്ലാതനാദ്യ വിദ്യാഖ്യായെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരു ആധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യുനാനാം പരൻ തദ്യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിത സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളെത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നിതൊക്കെ ഓർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നര കാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ
ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ. ത്വൽക്കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മന കാമ്പിയിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വൽഭക്ത ഭൃത്യമാരിലേഖനൻ അല്പജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗത് നായക നിത്യമനുഗ്രഹിക്കേണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോ എന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലൂത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണമുൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാന ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാനെന്നൊരു വെട്ടിരിക്കുന്നിതു നീയും അതിനനുകൂലന വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോടു സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാ എങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതി ഉത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായതും ഐകതൂ മൂലം. കാലവിളംബനമെന്തിനെന്നല്ലല്ലി മൂലമതിനുണ്ടതു പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മ ഫലൗക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതിൽ ആർക്കുമേ. കാരണമത്രം പുരുഷപ്രയാസമെ ആരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണെ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനന്വയ നാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്രപ്രമോദേന നാരദനം നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു. വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രനു അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനെ കഥ സങ്കലിതാനന്ദം അമ്മറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടക താരിലാനന്ദം അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേക എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ
കൽപ്പിച്ചതിപ്പോഴേ അങ്ങനെയെങ്കില് ഉൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗവും മംഗലും ഉണ്ടെപ്പോഴും എപ്പോഴുമേറ്റം അതോർത്തു കണ്ടിലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടു മധു നിർണയം മനസ്സേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പംക്തികളെല്ലാം ഉയർത്തുക അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്കതുക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേക ഇളമയമായി നാളീക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോ രക്തം വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽഗണ്ഡിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷ്യേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനെന്നാൽ കൊമ്പനാരൽ വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളുമൂർത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ടുവായി കെട്ടിവച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണിമാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായ സഭാന്തികേ. നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണ ഉർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്ത്യശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ദാശരഥിഗൃഹമെത്രയും ഭാസ്വര ആശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടു മതി ഭക്ത്യാ രഘുത്തമൻ. പൊൽകലശലസ്ഥിത നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരുച്ചരുളി ചെയ്തു. പുണ്യവാനേനടിയ ഇവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമ ചന്ദ്രവാക്യം കേട്ടു നന്നാ ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിരിപ്പോൾ നൃപാത്മജ. തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനൻ. തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥ അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ
ഇന്നവനാകുന്നതോ എന്നു നിന്നുമേടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാൻ ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനു യുദ്ധമവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാമായ മനുഷ്യനായി ശ്രീനിധേ. ശിക്ഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ, ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്വിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ, ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷു ഗോചരനായ അന്ത്യരാമ്യായി സർവജഗദ്വൃന്ദ്യ വാഹകനായ നീ. ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ജാതനം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോടു ധാതാവുതാനരുൾ ചെയ്കയാൽ എന്നറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളതു ചൊൽകായി ഒടുക്കത്തു നന്നായി വരികയിലതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥ ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും. യോഗേശത്തെ മായ ഭോഗവതി ലോകൈകമോഹിനി മോഹിപ്പയായികയാം. ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ. ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളതി അപ്രവക്തവ്യം മയാ രാമ കുത്രചിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനി വീടേക്കു ഞാൻ. ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നീടുഷസ്സു നീ എന്നരുൾ ചെയ്തു ചെന്നുതേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്തു മടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊന്നൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ. വത്സ മമത്വം ബഹി പ്രാണനാകയാൽ ഉത്സവത്തിനു കൂപ്പിട്ടുകൊണ്ടാലും നീ. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലതീന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും. വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം. രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതൂ കേൾക്കയാൽ. കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥയായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയേ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യ വണങ്ങി വാണിയിടിനാൾ. അഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയ പുത്രി വശഗതനാകയാ ലാകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി
ദുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചിടും അംബികെ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന മരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസെ കൽപ്പിച്ചുറച്ചുടൻ പ്രസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ദരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും മെന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം.